പ്രിയമുള്ളവരെ, വചനജ്വാല 1347 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 9 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മാതാവിൻ്റെ വണക്കമാസം 9-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 105-ാം സങ്കീർത്തനം 31 മുതൽ 45 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവിടുന്ന് കൽപ്പിച്ചു, ഈച്ചകളും പേനും പറ്റം പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറയട്ടെ. അവിടുന്ന് അവർക്ക് മഴയ്ക്ക് പകരം കന്മഴ കൊടുത്തു. അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർപ്പാഞ്ഞു. അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികൾ വന്നു. സംഖ്യാതീതമായി അവ വന്നു. അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ, പൗരുഷത്തിന്റെ ആദ്യ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു. അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ നയിച്ചു. അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു. എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അവന്റെ മേൽ നിബദിച്ചിരുന്നു. അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ ചോദിച്ചു, അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശത്ത് നിന്ന് സമൃദ്ധമായി അപ്പം വർദ്ധിപ്പിച്ചു. അവിടുന്ന് പാറ തുറന്ന് വെള്ളം പൊട്ടിയൊഴുകി. അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു. അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ജനതകളുടെ അധ്വാനത്തിന്റെ ഫലം അവർ കൈയടക്കി. അവർ എന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായ സ്വീഡനിലെ വിശുദ്ധ നിക്കോളോസിനെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ്. ഹെർമന്റെയും മാർഗരറ്റിന്റെയും മകനായി സ്വീഡനിൽ ലിങ്കോപ്പൻ എന്ന നഗരത്തിൽ നിക്കോളോസ് ജനിച്ചു. സ്നാനത്തിൽ ലഭിച്ച വെള്ളവസ്ത്രം മലിനമാക്കാതെ സൂക്ഷിക്കുന്ന സ്വഭാവമായിരുന്നു നിക്കോളോസിൻ്റേത്. വ്യാകരണം സ്വഭവനത്തിലും തുടർന്ന് പാരീസിലും ഓർലിൻസിലും അഭ്യസിച്ചു. സിവിൽ നിയമത്തിലും കാനൻ നിയമത്തിലും ബിരുദം നേടി. വൈദികനായ ശേഷം ലിങ്കോപ്പനിലെ ആർച്ച് ഡീക്കനായി. ജീവിതം മുഴുവനും പ്രാർത്ഥനയും പ്രായശ്ചിത്തവും അനുഷ്ഠിക്കുന്നതിൽ നിഷ്കഷ്ട പുലർത്തി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റൊട്ടിയും പച്ചവെള്ളവുമാണ് കഴിച്ചിരുന്നത്. ചില ആഴ്ചകളിൽ വ്യാഴാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച ഉച്ച വരെ യാതൊന്നും ഭക്ഷിച്ചിരുന്നില്ല. കടമകൾ ക്ഷമയോടും മനോദാർഢ്യത്തോടും കൂടെയാണ് വിശുദ്ധൻ നിർവഹിച്ചിരുന്നത്. കഠിനപാപികളെ മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. ഈ തീക്ഷ്ണത അദ്ദേഹത്തിലെ ലിങ്കോപ്പനിലെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. അദ്ദേഹം ആ പട്ടണത്തിലെ 17ാമത്തെ മെത്രാനായിരുന്നു.
ഈ പദവി അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചതേയുള്ളൂ. ദൈവശുശ്രൂഷയും അജഗണത്തിൻ്റെ ഉപരി നന്മയുമായിരുന്നു അഭിനവമെത്രാന്റെ ലക്ഷ്യം. ക്ഷമയും ശാന്തതയും പ്രാർത്ഥനാശീലവും അദ്ദേഹത്തിന് ആധ്യാത്മികാനന്ദത്തിന് നിദാനമായി. വിശുദ്ധ ഗ്രന്ഥ പഠനം അദ്ദേഹത്തിൻ്റെ ദിനചര്യയിൽ സർവപ്രധാനമായിരുന്നു. വിശുദ്ധ ബ്രിജിറ്റിൻ്റെയും അൻസ്കാരിറ്റിൻ്റെയും ജീവചരിത്രം അദ്ദേഹം രചിച്ചു. വിശുദ്ധ ആൻസലേമിനെയും വിശുദ്ധ ഗ്രിഗറിയെയും പറ്റി ചില ചെറിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1381 6-ാം ഉർബൻ മാർപ്പാപ്പ ബിഷപ്പ് നിക്കോളോസിൻ്റെ വിശുദ്ധിയെ പ്രശംസിച്ച് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയും പരിശുദ്ധമായ ധ്യാനവും കൂടാതെ ആരും വിശുദ്ധിയിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല. വിശുദ്ധ നിക്കോളോസിൻ്റെ ജീവിതവും അതിന് സാക്ഷ്യമാണ്. ശത്രുക്കളെ കോപം കൊണ്ടല്ല, ശാന്തതയും ക്ഷമയും കൊണ്ട് നേടണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.